ഓം ശാന്തി. 4/1/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/11/2008 മധുബൻ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് സമ്പൂർണ്ണ പവിത്രത ധാരണ ചെയ്ത് മനസ്സ സകാശിലൂടെ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അഞ്ജലി നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള മഹാന്മാരായ കുട്ടികളെ നോക്കുകയാണ്. എന്ത് മഹാനതയാണ് ചെയ്തത്? ഏതൊന്നാണോ ലോകം അസംഭവ്യം എന്ന് പറയുന്നത് അതിനെ സഹജമായി സംഭവ്യമാക്കി കാണിച്ചു. അതാണ് പവിത്രതയുടെ വ്രതം. നിങ്ങളെല്ലാവരും പവിത്രതയുടെ വ്രതം ധാരണ ചെയ്തുവല്ലോ. ബാബ്ദാദയോട് പരിവർത്തനത്തിൻ്റെ ദൃഢസങ്കല്പത്തിൻ്റെ വ്രതം എടുത്തിരിക്കുകയാണ്. വ്രതം എടുക്കുക എന്നാൽ വൃത്തിയെ പരിവർത്തനപ്പെടുത്തുക എന്നർത്ഥം. വൃത്തിയുടെ എന്ത് പരിവർത്തനമാണ് ചെയ്തത്? സങ്കല്പമെടുത്തു. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഈ വൃത്തിയുടെ പരിവർത്തനത്തിനു വേണ്ടി ഭക്തിയിലും എത്ര കാര്യങ്ങളിൽ വ്രതം എടുക്കുന്നു. എന്നാൽ നിങ്ങളെല്ലാവരും ബാബയോട് ദൃഢസങ്കല്പം എടുത്തു. കാരണം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ് പവിത്രത. പവിത്രതയിലൂടെ തന്നെയാണ് പരമാത്മാ സ്നേഹവും സർവ പരമാത്മാ പ്രാപ്തികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ അതിനെ കഠിനമാണ് എന്ന് മനസ്സിലാക്കുന്നു, അസംഭവ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ പവിത്രതയെ സ്വധർമ്മമായി മനസ്സിലാക്കുന്നു. ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നല്ല നല്ല കുട്ടികളുണ്ട്. അവർ സങ്കല്പം എടുത്തു. ദൃഢസങ്കല്പത്തിലൂടെ പ്രാക്ടിക്കലിൽ പരിവർത്തനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 4 ഭാഗത്തുമുള്ള മഹാന്മാരായ കുട്ടികൾക്ക് ബാബ്ദാദ വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നും ആശീർവാദങ്ങൾ നൽകുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സ്, വാക്ക്, കർമ്മം, വൃത്തി, ദൃഷ്ടി എന്നിവയിലൂടെ പവിത്രതയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പവിത്രതയുടെ വൃത്തി എന്നാൽ ഓരോ ആത്മാവിനെയും പ്രതി ശുഭഭാവനയും ശുഭകാമനയും. ദൃഷ്ടിയിലൂടെ ഓരോ ആത്മാവിനെയും ആത്മീയ സ്വരൂപത്തിൽ നോക്കണം. സ്വയവും സഹജമായി സദാ ആത്മീയ സ്ഥിതിയിൽ അനുഭവം ചെയ്യണം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹത്വമാണ് മനസ്സ വാച കർമ്മണയുടെ പവിത്രത. പവിത്രത ഇല്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഏതൊരു മഹിമയാണോ ഉള്ളത്? അതായത് സദാ പവിത്രതയുടെ ബലത്തിലൂടെ സ്വയം തനിക്ക് തന്നെ ആശീർവാദങ്ങൾ നൽകുന്നു എന്നത്. ആശീർവാദങ്ങൾ നൽകുന്നുണ്ടോ? പവിത്രതയിലൂടെ സദാ സ്വയവും സന്തോഷമുള്ളവരായി അനുഭവിക്കുന്നു, മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു. പവിത്ര ആത്മാവിന് 3 വിശേഷ വരദാനം ലഭിക്കുന്നു. 1. സ്വയം തനിക്ക് തന്നെ വരദാനം നൽകുന്നു. അത് സഹജമായി ബാബയുടെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു. 2. വരദാതാവായ ബാബയുടെ നിയറസ്റ്റും ഡിയറസ്റ്റുമായ കുട്ടിയാകുന്നു. അതിനാൽ ബാബയുടെ ആശീർവാദങ്ങൾ സ്വതവേ പ്രാപ്തമാകുന്നു, സദാ പ്രാപ്തമാവുകയും ചെയ്യുന്നു. 3. ബ്രാഹ്മണ പരിവാരത്തിൽ ആരെല്ലാമാണോ വിശേഷിച്ച് നിമിത്തമായിട്ടുള്ളത് അവരിലൂടെയും ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 3 പേരുടെയും ആശീർവാദങ്ങളിലൂടെ സദാ പറന്നുകൊണ്ടിരിക്കുന്നു, പറപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വയം തന്നോട് ചോദിക്കൂ, സ്വയം ചെക്ക് ചെയ്യൂ. പവിത്രതയുടെ ബലവും പവിത്രതയുടെ ഫലവും സദാ അനുഭവം ചെയ്യുന്നുണ്ടോ? സദാ ആത്മീയ ലഹരി, ഹൃദയത്തിൽ ലഹരി നിലനിൽക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും കുട്ടികൾ
അമൃതവേളയിൽ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ അറിയാമോ എന്താണ് പറയുന്നതെന്ന്? പവിത്രതയിലൂടെ ഏതൊരു അതീന്ദ്രിയ സുഖത്തിൻ്റെ ഫലമാണോ ലഭിക്കേണ്ടത്, അത് സദാ ഉണ്ടായിരിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. കാരണം പവിത്രതയുടെ ഫലം തന്നെയാണ് അതീന്ദ്രിയ സുഖം. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ ആരാണ്? സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതിയിൽ ഇരിക്കുന്നുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്കോ? സ്വയം എന്താണ് പറയുന്നത്? എല്ലാവരും തൻ്റെ നാമം എഴുതുമ്പോൾ എന്താണ് എഴുതുന്നത്? BK ഇന്നയാൾ, BK ഇന്നയാൾ എന്നും സ്വയം മാസ്റ്റർ സർവശക്തിവാൻ എന്നും പറയുന്നു. എല്ലാവരും മാസ്റ്റർ സർവശക്തിവാനാണല്ലോ. ആരാണോ നമ്മൾ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുന്നത്, സദാ ഇടയ്ക്കിടയ്ക്കല്ല അവർ കൈ ഉയർത്തു. സദാ ആണോ? നോക്കണം, ചിന്തിക്കണം. സദാ ആണോ? ഡബിൾ ഫോറിനേഴ്സ് കൈ ഉയർത്തുന്നില്ല, കുറച്ചുപേർ ഉയർത്തുകയാണ്. ടീച്ചേഴ്സ് ഉയർത്തു. സദാ ആണോ? വെറുതെ ഉയർത്തരുത്. സദാ ആയവർ ആരാണോ, ആ സദാ ആയവർ ഉയർത്തു. വളരെ കുറച്ചുപേരാണുള്ളത്. പാണ്ഡവർ ഉയർത്തു. പിന്നിലുള്ളവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ. മുഴുവൻ സഭയും കൈ ഉയർത്തുന്നില്ല. ശരി, മാസ്റ്റർ സർവശക്തിവാനാണ് എങ്കിൽ ആ സമയത്ത് ശക്തികൾ എവിടെ പോകുന്നു? മാസ്റ്ററാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ മാസ്റ്റർ ബാബയെക്കാളും ഉയർന്നതാണ് എന്നാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. തീർച്ചയായും പ്യൂരിറ്റിയുടെ ഫൗണ്ടേഷനിൽ അല്പം ദൗർബല്യമുണ്ട്. എന്ത് ദൗർബല്യമാണുള്ളത്? മനസ്സിൽ, അതായത് സങ്കല്പത്തിൽ ദൗർബല്യമുണ്ട്, വാക്കിൽ ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ കർമ്മത്തിൽ ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും ദൗർബല്യമുണ്ട്. കാരണം പവിത്ര ആത്മാവിൻ്റെ മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം, സ്വപ്നം സ്വതവേ ശക്തിശാലി ആയിരിക്കും. വൃത്തിയെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ വ്രതം എടുത്തു എന്നിരിക്കെ ഇടയ്ക്കിടയ്ക്ക് ആകുന്നത് എന്തുകൊണ്ട്? സമയത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ വിളി, ഭക്തരുടെ വിളി, ആത്മാക്കളുടെ വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അചാനക്, പെട്ടെന്ന് സംഭവിക്കുന്നത് എന്നതിൻ്റെ പാഠം എല്ലാവർക്കും ഉറപ്പുള്ളതുമാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ദൗർബല്യം എന്നാൽ പവിത്രതയുടെ ദൗർബല്യം എന്നർത്ഥം. അഥവാ വാക്കുകളിലും ശുഭഭാവനയും ശുഭകാമനയും ഇല്ലെങ്കിൽ, പവിത്രതയ്ക്ക് വിപരീതമാണ് എങ്കിൽ, സമ്പൂർണ്ണ പവിത്രതയുടെ സുഖമായ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാവുക സാധ്യമല്ല. കാരണം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അസംഭവ്യത്തെ സംഭവ്യമാക്കുക എന്നതാണ്. എത്രത്തോളമാണോ അത്രത്തോളം എന്ന വാക്ക് വരുന്നില്ല. എത്ര വേണമോ അത്രത്തോളം ഇല്ല. അപ്പോൾ നാളെ അമൃതവേളയിൽ വിശേഷിച്ച് ഓരോരുത്തരും സ്വയം തന്നെ ചെക്ക് ചെയ്യണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കരുത്, മറ്റുള്ളവരെ നോക്കരുത്. എന്നാൽ സ്വയം തന്നെ പരിശോധിക്കണം. എത്ര പെർസെൻറ്റേജിൽ പവിത്രതയുടെ വ്രതം പാലിച്ചു കൊണ്ടിരിക്കുകയാണ്? 4 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. 1. വൃത്തി. 2. സംബന്ധ സമ്പർക്കത്തിൽ ശുഭഭാവനയും ശുഭകാമനയും. ഇവർ ഇങ്ങനെ തന്നെയാണ് എന്നത് പാടില്ല. എന്നാൽ ആ ആത്മാവിനെ പ്രതിയും ശുഭഭാവന. നിങ്ങളെല്ലാവരും സ്വയം വിശ്വപരിവർത്തകനാണ് എന്ന് അംഗീകരിച്ചു എന്നിരിക്കെ എല്ലാവരും ആണോ? സ്വയം മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ വിശ്വപരിവർത്തകരാണ് എന്ന്? കൈ ഉയർത്തു.
ഇതിൽ വളരെ നന്നായി കൈ ഉയർത്തിയിരിക്കുകയാണ്. ആശംസകൾ. എന്നാൽ ബാബ്ദാദ നിങ്ങൾ ഏവരോടും ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ വിശ്വപരിവർത്തകനാണ് എന്നിരിക്കെ വിശ്വപരിവർത്തനത്തിൽ ഈ പ്രകൃതിയും 5 തത്വങ്ങളും ഉൾപ്പെടുന്നു. അവയെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുന്നു. തന്നെയോ സഹചാരികളെയോ പരിവാരത്തെയോ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ലേ? വിശ്വപരിവർത്തകൻ എന്നാൽ ആത്മാക്കളെയും പ്രകൃതിയെയും എല്ലാത്തിനെയും പരിവർത്തനപ്പെടുത്തുക. അപ്പോൾ തൻ്റെ വാഗ്ദാനം ഓർമ്മിക്കൂ. എല്ലാവരും ബാബയോട് വാഗ്ദാനം പലതവണ ചെയ്തു. എന്നാൽ ബാബ്ദാദ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം വളരെ ഫാസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വിളി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളി കേൾക്കുന്നവരും പരിവർത്തനപ്പെടുത്തുന്നവരുമായ ഉപകാരി ആത്മാക്കൾ ആരാണ്? താങ്കൾ തന്നെയാണല്ലോ. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. പരോപകാരി അഥവാ വിശ്വ ഉപകാരി ആകുന്നതിനായി 3 വാക്കുകൾ ഇല്ലാതാക്കേണ്ടി വരും. അറിയുന്നുണ്ടല്ലോ. അറിയുന്നതിൽ സമർത്ഥരാണ്. ബാബ്ദാദ അറിയുന്നുണ്ട് എല്ലാവരും സമർത്ഥരാണ്. ഒന്നാമത്തെ വാക്കാണ് പരചിന്തനം. രണ്ടാമത്തേതാണ് പരദർശനം. മൂന്നാമത്തേതാണ് പരമത്. പര എന്ന ഈ 3 വാക്കുകളും ഇല്ലാതാക്കി പരോപകാരിയാകും. ഈ 3 വാക്കുകൾ തന്നെയാണ് വിഘ്നരൂപം ആകുന്നത്. ഓർമ്മയുണ്ടല്ലോ, പുതിയ കാര്യമല്ല. അപ്പോൾ നാളെ ചെക്ക് ചെയ്യണം. അമൃതവേളയിൽ ബാബ്ദാദയും ചുറ്റി സഞ്ചരിക്കുന്നു. നോക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഇപ്പോൾ ആവശ്യകത സമയമനുസരിച്ച്, വിളികൾ അനുസരിച്ച് ദുഃഖിക്കുന്ന ഓരോ ആത്മാവിനും മനസ്സ സകാശിലൂടെ സുഖശാന്തിയുടെ അഞ്ജലി നൽകുന്നതിൻ്റേത്. കാരണം എന്താണ്? ബാബ്ദാദ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ പെട്ടെന്ന് നോക്കുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. കുട്ടികളുടെ കൂടെയാണ് പോകേണ്ടത്, ഒറ്റയ്ക്കല്ല പോകേണ്ടത്. കൂടെ പോകുമല്ലോ. കൂടെ വരുമോ? ഈ മുന്നിലുള്ളവർ ഉയർത്തുന്നില്ല. വരില്ലേ? വരേണ്ടതുണ്ടല്ലോ. ബാബ്ദാദയും കുട്ടികൾ കാരണം കാത്തിരിക്കുകയാണ്. അഡ്വാൻസ് പാർട്ടിയായ താങ്കളുടെ ദാദിമാർ, താങ്കളുടെ വിശേഷ പാണ്ഡവർ, നിങ്ങളേവരെയും കാത്തിരിക്കുകയാണ്. അവരും ഹൃദയത്തിൽ ഉറച്ച വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് പോകും. കുറച്ചുപേരല്ല, എല്ലാവരും ഒരുമിച്ച് പോകും. അപ്പോൾ നാളെ അമൃതവേളയിൽ സ്വയം ചെക്ക് ചെയ്യണം ഏത് കാര്യത്തിൻ്റെ കുറവാണുള്ളത്. മനസ്സായുടേതാണോ, വാക്കിൻ്റേതാണോ, അഥവാ കർമ്മത്തിൽ വരുന്നതിൻ്റേതാണോ? ബാബ്ദാദ ഒരു തവണ എല്ലാ സെൻറ്റേഴ്സിലും ചുറ്റി സഞ്ചരിച്ചു. പറയട്ടെ, എന്താണ് കണ്ടത്? കുറവ് ഏത് കാര്യത്തിൻ്റേതാണ്? അപ്പോൾ ഇത് കാണപ്പെട്ടു. 1 സെക്കൻഡിൽ പരിവർത്തനപ്പെടുത്തി ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ കുറവുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെയും എന്തെല്ലാമാണ് ഉണ്ടാകുന്നത് എന്നത് അറിയില്ല. ബാബ്ദാദ കേൾപ്പിച്ചിട്ടുണ്ട്. അവസാന സമയത്തിൻ്റെ അവസാനം 1 നിമിഷമായിരിക്കും. അതിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. എന്നാൽ കണ്ടത് എന്താണ്? ഇടേണ്ടത് ഫുൾ സ്റ്റോപ്പാണ്, എന്നാൽ വീഴുന്നത് കോമ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൽ ആശ്ചര്യത്തിൻ്റെ ചിഹ്നം വീഴുന്നു. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് വീഴുന്നില്ല, പകരം കോമയും ആശ്ചര്യത്തിൻ്റെ ചിഹ്നവുമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ക്യൂ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ചെക്ക് ചെയ്യണം.
അഥവാ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ ശീലം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ അന്തമതി സോഗതി ശ്രേഷ്ഠം ആയിരിക്കുകയില്ല, ഉയർന്നതായിരിക്കുകയില്ല. അതിനാൽ ബാബ്ദാദ ഹോംവർക്ക് നൽകുകയാണ്. വിശേഷിച്ച് നാളെ അമൃതവേളയിൽ ചെക്ക് ചെയ്യണം, ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജനുവരി 18 വരെ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ അഭ്യാസം വീണ്ടും വീണ്ടും ചെയ്യൂ. ജനുവരി മാസത്തിൽ എല്ലാവർക്കും ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ഉന്മേഷം വരുന്നുവല്ലോ. അപ്പോൾ ജനുവരി 18 എല്ലാവരും തൻ്റെ പേപ്പർ എഴുതി ബോക്സിൽ ഇടണം. 18-ാം തീയതി വരെയുള്ള റിസൾട്ട് എന്തായിരുന്നു എന്ന്. ഫുൾ സ്റ്റോപ്പ് വീണുവോ അതോ മറ്റ് ചിഹ്നങ്ങൾ വീണോ എന്നത് ഇഷ്ടമാണോ? തലകുലുക്കൂ. കാരണം ബാബ്ദാദയ്ക്ക് കുട്ടികളോട് വളരെ സ്നേഹമുണ്ട്. ഒറ്റയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ ഫാസ്റ്റ് തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ഇപ്പോൾ അയഞ്ഞ പുരുഷാർത്ഥത്തിന് സഫലത നേടിത്തരാൻ സാധിക്കില്ല. പ്യൂരിറ്റിയെ പേഴ്സണാലിറ്റിയും റിയാലിറ്റിയും റോയൽറ്റിയും എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ റോയൽറ്റിയെ ഓർമ്മിക്കൂ. അനാദി രൂപത്തിലും ആത്മാക്കളായ നിങ്ങൾ ബാബയോടൊപ്പം തൻ്റെ ദേശത്തിൽ വിശേഷ ആത്മാക്കളാണ്. ഇതുപോലെ ആകാശത്തിൽ വിശേഷ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, അതേപോലെ അനാദി രൂപത്തിൽ വിശേഷ നക്ഷത്രങ്ങളായ താങ്കൾ തിളങ്ങുന്നു. അപ്പോൾ തൻ്റെ അനാദി കാലത്തിൻ്റെ റോയൽറ്റി ഓർമ്മിക്കൂ. പിന്നെ സത്യയുഗത്തിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ദേവതാരൂപത്തിൻ്റെ റോയൽറ്റി ഓർമ്മിക്കൂ. എല്ലാവരുടെയും ശിരസിൽ റോയൽറ്റിയുടെ ലൈറ്റിൻ്റെ കിരീടമുണ്ട്. അനാദിയിലും ആദിയിലും എത്ര റോയൽറ്റിയാണ്. പിന്നെ ദ്വാപരയിൽ വരുമ്പോൾ താങ്കളുടെ ചിത്രങ്ങൾക്കുള്ളതുപോലെയുള്ള റോയൽറ്റി മറ്റാർക്കും ഇല്ല. നേതാക്കന്മാരുടെയും അഭിനേതാക്കളുടെയും ധർമാത്മാക്കളുടെയും ചിത്രങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ താങ്കളുടെ ചിത്രങ്ങളുടെ പൂജയും താങ്കളുടെ ചിത്രങ്ങളുടെ വിശേഷതയും എത്ര റോയലാണ്. ചിത്രത്തെ കാണുമ്പോൾ തന്നെ എല്ലാവരും സന്തോഷിക്കും. ചിത്രങ്ങളിലൂടെ പോലും എത്ര ആശീർവാദങ്ങൾ നേടുന്നു. അപ്പോൾ ഈ എല്ലാ റോയൽറ്റിയും പവിത്രതയുടേതാണ്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. പവിത്രതയുടെ കുറവ് സമാപ്തമാകേണ്ടത് ആവശ്യമാണ്. നടന്നുകൊള്ളും. ആ സമയത്ത് വൈരാഗ്യം വരും, അപ്പോൾ നടന്നുകൊള്ളും എന്നത് പാടില്ല. വളരെ നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബ അങ്ങ് വ്യാകുലപ്പെടാതിരിക്കൂ, നടന്നുകൊള്ളും. എന്നാൽ ബാബ്ദാദയ്ക്ക് ഈ ജനുവരി മാസത്തിനുള്ളിൽ സ്പെഷ്യലായി പവിത്രതയിൽ ഓരോരുത്തരെയും സമ്പന്നം ആക്കേണ്ടതുണ്ട്. പവിത്രത കേവലം ബ്രഹ്മചര്യമല്ല, വ്യർത്ഥ സങ്കല്പവും അപവിത്രതയാണ്. വ്യർത്ഥ വാക്ക്, അധികാരഭാവത്തോടെയുള്ള വ്യർത്ഥ വാക്ക്, അതിനെ ക്രോധത്തിൻ്റെ അംശം എന്ന് പറയുന്നു. അധികാരഭാവം അതും സമാപ്തമാകണം. സംസ്കാരം ഇങ്ങനെയാക്കി മാറ്റൂ. അതായത് ദൂരെ നിന്ന് തന്നെ താങ്കളെ കാണുമ്പോൾ പവിത്രതയുടെ വൈബ്രേഷൻ എടുക്കണം. കാരണം താങ്കളുടേതുപോലെയുള്ള പവിത്രതയാണെങ്കിൽ റിസൾട്ടിൽ ആത്മാവും പവിത്രം, ശരീരവും പവിത്രമാണ്. ഡബിൾ പവിത്രത പ്രാപ്തമാണ്. ഏതൊരു കുട്ടി വരുമ്പോഴും ആദ്യം ബാബയുടെ ഏതൊരു വരദാനമാണ് ലഭിക്കുന്നത്? ഓർമ്മയുണ്ടോ? പവിത്ര ഭവ, യോഗി ഭവ. അപ്പോൾ രണ്ട് കാര്യങ്ങളും, ഒന്ന് പവിത്രത, രണ്ട് ഫുൾ സ്റ്റോപ്പ് യോഗി. ഇഷ്ടമാണോ? ബാബ്ദാദ അമൃതവേളയിൽ ചുറ്റി സഞ്ചരിക്കും, സെൻറ്ററുകളിലും ചുറ്റി സഞ്ചരിക്കും. ബാബ്ദാദയ്ക്കാണെങ്കിൽ ഒരു സെക്കൻഡിൽ
4 ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ജനുവരിയിൽ അവ്യക്ത മാസത്തിൻ്റെ ഏതെങ്കിലും പുതിയ പ്ലാൻ ഉണ്ടാക്കൂ. മനസാ സേവനം, മനസാ സ്ഥിതി, അവ്യക്ത കർമ്മവും വാക്കും ഇതിനെ വർദ്ധിപ്പിക്കൂ. അപ്പോൾ ജനുവരി 18 ബാബ്ദാദ എല്ലാവരുടെയും റിസൾട്ട് നോക്കും. സ്നേഹമുണ്ടല്ലോ. ജനുവരി 18 അമൃതവേള മുതൽ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും പരാതി പറയുന്നു, ബാബ എന്തുകൊണ്ട് അവ്യക്തമായി? അപ്പോൾ ബാബയും പരാതി പറയുന്നു, സാകാരത്തിലിരിക്കുമ്പോൾ ബാബയ്ക്ക് സമാനം എപ്പോൾ ആകും? അപ്പോൾ ഇന്ന് ഒരൽപ്പം വിശേഷ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സ്നേഹിക്കുന്നുമുണ്ട്. കേവലം അറ്റൻഷൻ ക്ഷണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സ്നേഹവുമുണ്ട്. കാരണം ബാബ ഇതാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു കുട്ടി പോലും അവശേഷിച്ചു പോകരുത്. ഓരോ കർമ്മത്തിൻ്റെയും ശ്രീമദ് ചെക്ക് ചെയ്യണം. അമൃതവേള മുതൽ രാത്രി വരെ ഓരോ കർമ്മത്തിനുമുള്ള ഏതെല്ലാം ശ്രീമദ് ലഭിച്ചിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യണം. ശക്തമാണല്ലോ. കൂടെ പോകണമല്ലോ. പോകണമെങ്കിൽ കൈ ഉയർത്തൂ. പോകണമോ? ശരി. ടീച്ചേഴ്സ്, പിന്നിലുള്ളവർ, കസേരയിലിരിക്കുന്നവർ, പാണ്ഡവർ കൈ ഉയർത്തൂ. അപ്പോൾ സമാനം ആകുമ്പോഴാണല്ലോ കയ്യിൽ കൈ കോർത്തു പോവുക. ചെയ്യുക തന്നെ വേണം, ആവുക തന്നെ വേണം. ഈ ദൃഢസങ്കല്പം എടുക്കൂ. 15-20 ദിവസം ഈ ദൃഢത നിലനിൽക്കുന്നു. പിന്നെ പതുക്കെ പതുക്കെ അല്പം അലക്ഷ്യം വന്നു പോകുന്നു. അപ്പോൾ അലക്ഷ്യത്തെ ഇല്ലാതാക്കൂ. പരമാവധി കണ്ടിട്ടുള്ളത് ഇതാണ്. 1 മാസം ഫുൾ ഉന്മേഷമുണ്ടായിരിക്കും, ദൃഢതയുണ്ടായിരിക്കും. പിന്നെ 1 മാസത്തിന് ശേഷം അല്പാൽപം അലക്ഷ്യം ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ വർഷം സമാപ്തമാകും. അപ്പോൾ എന്ത് സമാപ്തമാക്കും? വർഷം സമാപ്തമാക്കുമോ? വർഷത്തോടൊപ്പം ഏതെല്ലാം സങ്കല്പത്തിലും ധാരണയിലും ദൗർബല്യമുണ്ടോ അതിനെ സമാപ്തമാക്കുമോ? ചെയ്യുമല്ലോ. കൈ ഉയർത്തുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഹൃദയത്തിൽ ഈ റെക്കോർഡ് മുഴങ്ങണം. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. കേവലം പോവുക മാത്രമല്ല, എന്നാൽ രാജ്യത്തിലും വരണം. ശരി. ആരാണോ ബാബ്ദാദയുമായി കൂടിക്കാഴ്ച നടത്താൻ ആദ്യമായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. എഴുന്നേൽക്കൂ. അപ്പോൾ ആദ്യമായി വന്നവർക്ക് വിശേഷിച്ച് ആശംസകൾ നൽകുകയാണ്. ലേറ്റായി വന്നിരിക്കുകയാണ്. ടു ലേറ്റിൽ അല്ല വന്നിരിക്കുന്നത്. എന്നാൽ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ വരദാനം സദാ ഓർമ്മ വയ്ക്കണം. തീവ്ര പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ചെയ്യാം എന്ന് പറയരുത്, ചെയ്യുക തന്നെ വേണം. ലാസ്റ്റ് സോ ഫാസ്റ്റായി ഫസ്റ്റിൽ വരികയും വേണം. ശരി. 4 ഭാഗത്തുമുള്ള മഹാൻ പവിത്ര ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ വിശേഷ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഹൃദയത്തിൽ അലിഞ്ഞിരിക്കുന്നതിൻ്റെ ആശംസകളും. ബാബ്ദാദ അറിയുന്നുണ്ട്. വരവ് ഉണ്ടാകുമ്പോഴെല്ലാം ഇമെയിൽ അഥവാ കത്തിലൂടെ ഭിന്ന ഭിന്ന സാധനങ്ങളിലൂടെ 4 ഭാഗത്തുമുള്ള കുട്ടികൾ സ്നേഹസ്മരണകൾ അയക്കുന്നു. ബാബ്ദാദയെ കേൾപ്പിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും നൽകുകയാണെങ്കിൽ കേൾപ്പിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാവരുടെയും സ്നേഹസ്മരണകൾ എത്തിച്ചേരുന്നു. കാരണം ഇങ്ങനെയുള്ള സിഖിലതയായ ഓർമ്മിക്കുന്ന കുട്ടികളാണ്. അവരുടെ കണക്ഷൻ വളരെ ഫാസ്റ്റായി എത്തിച്ചേരുന്നു. താങ്കൾ 3-4 ദിവസത്തിന് ശേഷമായിരിക്കും നേരിട്ട് കണ്ടുമുട്ടുന്നത്. എന്നാൽ ആരാണോ സത്യമായ യോഗ്യമായ ആത്മാക്കൾ അവരുടെ സ്നേഹസ്മരണകൾ
അതേ നിമിഷം ബാബ്ദാദയുടെ അടുക്കൽ ആ സ്നേഹസ്മരണകൾ എത്തിച്ചേരുന്നു. സാധനങ്ങൾ ലഭിച്ചില്ലെങ്കിലും ആരെല്ലാമാണോ ഹൃദയത്തിൽ നിന്നും ഓർമ്മിച്ചത് അവരുടെയും സ്നേഹസ്മരണകൾ എത്തിച്ചേരുന്നു. ബാബ്ദാദ ഓരോ കുട്ടിക്കും കോടി 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 മടങ്ങ് സ്നേഹസ്മരണകളുടെ റെസ്പോൺസ് നൽകുകയാണ്. ബാക്കി 4 ഭാഗത്തും ഇപ്പോൾ 2 വാക്കുകളുടെ ഊന്നൽ നൽകൂ. ഒന്ന് ഫുൾ സ്റ്റോപ്പ്, രണ്ടാമത് സമ്പൂർണ്ണ പവിത്രത മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിലും വ്യാപിപ്പിക്കണം. ആരാണോ ദുർബലം അവരെയും സഹയോഗം നൽകി തയ്യാറാക്കൂ. ഇത് വലിയ പുണ്യമാണ്. ഉപേക്ഷിച്ചു കളയരുത്. ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇവർ മാറുന്നവരെയല്ല. ഈ ശാപം നൽകാതിരിക്കൂ. പുണ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യൂ. പരിവർത്തനപ്പെടുത്തി കാണിക്കും. പരിവർത്തനപ്പെടുക തന്നെ വേണം. അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കൂ. വീണുപോയവരെ വീഴ്ത്തരുത്. ആശ്രയം നൽകൂ, ശക്തി നൽകൂ. അപ്പോൾ 4 ഭാഗത്തുമുള്ള ഭാഗ്യശാലിയും പ്രസന്നവും സന്തോഷം പങ്കുവയ്ക്കുന്നവരുമായ കുട്ടികൾക്ക് വളരെ വളരെയധികം സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: ചെക്കിംഗ് ചെയ്യുന്നതിൻ്റെ വിശേഷതയെ തൻ്റെ നിജ സംസ്കാരം ആക്കുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. ഏതൊരു സങ്കല്പം ചെയ്താലും വാക്ക് പറഞ്ഞാലും കർമ്മം ചെയ്താലും സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും കേവലം ഈ ചെക്കിംഗ് ചെയ്യൂ. ഇത് ബാബയ്ക്ക് സമാനമാണോ? ആദ്യം ഒത്തുനോക്കൂ, പിന്നെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരൂ. ഏതുപോലെ സ്ഥൂലത്തിലും പല ആത്മാക്കൾക്കും ഈ ഒരു സംസ്കാരമുണ്ട്. ആദ്യം ചെക്ക് ചെയ്യും, പിന്നെ സ്വീകരിക്കും. ഇതേപോലെ താങ്കൾ മഹാൻ പവിത്ര ആത്മാക്കളാണ്. അപ്പോൾ ചെക്കിങ്ങിൻ്റെ മെഷീനറി തീവ്രമാക്കൂ. ഇതിനെ തൻ്റെ നിജ സംസ്കാരമാക്കി മാറ്റൂ. ഇതുതന്നെയാണ് ഏറ്റവും വലിയ മഹാനത. സ്ലോഗൻ: സമ്പൂർണ്ണ പവിത്രവും യോഗിയും ആകുന്നത് തന്നെയാണ് സ്നേഹത്തിനുള്ള റിട്ടേൺ നൽകുക എന്നത്. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ഇപ്പോൾ ഏതെല്ലാം പരിതസ്ഥിതികൾ വന്നുകൊണ്ടിരിക്കുന്നുവോ അല്ലെങ്കിൽ വരാൻ പോകുന്നോ, പ്രകൃതിയുടെ 5 തത്വവും നല്ല രീതിയിൽ കുലുക്കുവാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ മുക്ത വിദേഹി അവസ്ഥയുടെ അഭ്യാസിയായ ആത്മാവ് അചഞ്ചലവും ആടാത്തവരുമായി പാസ് വിത്ത് ഓണറായി എല്ലാ കാര്യങ്ങളും സഹജമായി മറികടക്കും. അതിനാൽ നിരന്തര കർമ്മയോഗിയുടെയും നിരന്തര സഹജയോഗിയുടെയും നിരന്തര മുക്ത ആത്മാവിൻ്റെയും സംസ്കാരം ഇപ്പോൾ മുതൽ അനുഭവത്തിൽ കൊണ്ടുവരണം. ഓം ശാന്തി. ബാബാ ബാബാ ശിവ ബാബാ. ബാബാ ബാബാ ശിവ ബാബാ. ബാബയെ പോലായി തീരേണം. ബാബയോടൊപ്പം ഉയരേണം. അന്ത്യശ്വാസത്തിലും കൂട്ടായി നിൻ സ്മൃതി വേണം. ബാബാ ബാബാ ശിവ ബാബാ.
ഒന്നായ നമ്മളോ ഭാവത്തിലോ ധ്രുവങ്ങൾ കകലത്തിലും സ്നേഹപാശത്ത ബന്ധിച്ച നമ്മളൊന്നായി ജീവിച്ചു കൽപ്പാന്തരത്തിലും ബാബാ ബാബാ ശിവബാബാ. നിൻ സങ്കൽപ്പമെല്ലാം എന്റേതാക്കി നിൻ ഭാവങ്ങളെന്നിൽ പകർന്നു. നീ കാട്ടിയ പാതയിലൂടെ നടന്നു നിന്നൊപ്പം ജീവിതം പങ്കുവച്ചു. ബാബാ ബാബാ ശിവബാബാ. ശ്രീമതമാം രേഖലംഘിക്കാതെ മന്മനാഭവ മന്ത്രം മറക്കാതെ മധ്യാജീഭവയായി ഭവിക്കിലോ തണലേകുമാ ഛത്രഛായയെന്നും. ബാബാ ബാബാ ശിവബാബാ ബാബയെപ്പോലായി തീരേണം. ബാബയോടൊപ്പം ഉയരേണം. ബാബാ ബാബാ ശിവബാബാ.